വെൽക്കം ടു സെയിൻ ERP ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഏവർക്കും സെയിൻ ERP ബില്ലിംഗ് സോഫ്റ്റ്വെയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡെമോ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെ സെയിൽ റിട്ടേൺ ചെയ്യാം. ഒരു ബില്ല് അതല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നമ്മൾ സോഫ്റ്റ്വെയർ വഴി റിട്ടേൺ ചെയ്യാം. ആദ്യമായി കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡെസ്ക് ടോപ്പിലുള്ള സെയിൻ ERP ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോഫ്റ്റ്വെയർ തുറന്നതിന് ശേഷം ലോഗിൻ പേജിൽ കമ്പനി സെലക്ട് ചെയ്ത് ഇവിടെ ഇമെയിലിൽ അഡ്മിൻ ആണെങ്കിൽ അഡ്മിൻ കൊടുക്കുക, ഓണർ ആണെങ്കിൽ ഓണർ സെലക്ട് ചെയ്യുക. നോർമലി സെയിൽ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയറിൽ അഡ്മിൻ ആണ്. ശേഷം പാസ്വേഡ് കൊടുത്ത് സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്, നമ്മുടെ സോഫ്റ്റ്വെയർ ഡാഷ്ബോർഡ് ഇതാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ന്യൂ സെയിൽ റിട്ടേൺ. നമ്മൾ ലെഫ്റ്റിലുള്ള മെനുവിൽ ന്യൂ സെയിൽ റിട്ടേൺ സെലക്ട് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നമ്മൾ ബിൽ ഡീറ്റെയിൽസിൽ ഇൻവോയ്സ് നമ്പർ ഉണ്ടാകും. ഇൻവോയ്സ് നമ്പർ ഇവിടെ നമുക്കിവിടെ ബില്ല് കാണാൻ പറ്റും. നമ്മളുടെ സോഫ്റ്റ്വെയറിൽ സെയിൽ നടന്നൊരു ബില്ല് കാണാൻ പറ്റും. ഇവിടെ ബിൽ നമ്പർ IN1 എന്ന് കാണാൻ പറ്റും. സോഫ്റ്റ്വെയറിൽ റിട്ടേൺ സെയിൽ അടിക്കുമ്പോൾ റെഫറൻസ് സെയിലിൽ നമ്മൾ ഇൻവോയ്സ് നമ്പർ കൊടുക്കണം. ഇവിടെ ആൽഫോബറ്റിക് ലെറ്റേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്പേഴ്സ് മാത്രം കൊടുത്താൽ മതിയാവും. നമ്മളത് ഇൻവോയ്സ് നമ്പർ 1 നമ്മൾ 1 കൊടുത്തു. ഇവിടെ ഇൻവോയ്സ് നമ്പർ വന്നു, നമ്മൾ സെലക്ട് ചെയ്യുക. ബിൽ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ ഏത് കസ്റ്റമർക്കാണോ സെയിൽ ചെയ്തത് ആ കസ്റ്റമറെ സെലക്ട് ചെയ്യുക. ഡെമോ സെയിൽ ടൈപ്പ് സെലക്ട് ചെയ്യുക. നമ്മൾ ക്യാഷ് സെയിലാണെങ്കിൽ ക്യാഷ് സെയിൽ സെലക്ട് ചെയ്യുക. ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സെലക്ട് ചെയ്യുക. ബാങ്ക് ആണെങ്കിൽ ബാങ്ക് സെയിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ സെയിൽ നടത്തിയത് ക്യാഷ് വഴിയാണ്. ക്യാഷ് സെയിൽ സെലക്ട് ചെയ്തു. അതിനുശേഷം പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ 3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ബാർകോഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാർകോഡ് സ്കാനർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാർകോഡ് വഴി പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. അതല്ല പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ സെയിൽ ചെയ്തത് ഡെമോ എന്നുള്ള പ്രൊഡക്റ്റാണ്. ഡെമോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, ഡെമോ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ സെലക്ട് പ്രൊഡക്റ്റ് എടുത്ത് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഒരു നോർമൽ സെയിൽ റിട്ടേൺ ചെയ്യാനുള്ള രീതി. ഇവിടെ നമ്മൾ ആഡ് സെയിൽ റിട്ടേൺ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ കൊടുക്കുക. ഇവിടെ റിട്ടേൺ സെയിലിൻ്റെ ഒരു പ്രിൻ്റ് വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ എസ്കേപ്പ് കൊടുത്ത് സോഫ്റ്റ്വെയറിലേക്ക് റിട്ടേൺ ചെയ്യുക. ഇനി നിങ്ങൾ പഴയ സോഫ്റ്റ്വെയറിൽ നിന്ന് പുതിയ സെയിൻ ERPയിലേക്ക് മാറി വന്നതാണെങ്കിൽ പഴയ സോഫ്റ്റ്വെയറിലുള്ള നമ്പർ ആയിരിക്കില്ല സെയിൻ ERPയുടെ ഇൻവോയ്സിലിരുന്ന നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ റെഫറൻസ് സെയിലിൻ്റെ മുകളിലുള്ള മാനുവൽ റെഫറൻസ് സെലക്ട് ചെയ്തതിന് ശേഷം പഴയ ഇൻവോയ്സ് നമ്പർ ഇവിടെ മാനുവലായി എൻട്രി ചെയ്ത് കൊടുക്കാം. ഇത്രയാണ്. ഇതാണ് ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാനുള്ള രീതി. ഇനി നിങ്ങൾക്കൊരു ബില്ല് ഫുള്ളായി അത് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിൽസ് ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് മെനുവിലുള്ള സെയിൽസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെയിൽസ് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുക. സെയിൽസ് ഹിസ്റ്ററിയിൽ നമ്മൾ സെയിൽ ചെയ്ത ബില്ലുകൾ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ സെയിൽ ചെയ്ത ഒരു ബില്ല് ഇവിടെ ഉണ്ട്. ഇൻവോയ്സ് നമ്പർ 1 ബില്ല് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡ് കാണുന്ന റിട്ടേൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് ഫുള്ളായി നമുക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു ബില്ല് ഫുള്ളായി റിട്ടേൺ ചെയ്യാനുള്ള രീതി. ഓക്കെ, ഇവിടെ റിട്ടേൺ ചെയ്തതിൻ്റെ പ്രിൻ്റ് വേണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എസ്കേപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയറിലേക്ക് റിട്ടേൺ ചെയ്യാം. ഇതാണ് ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യുക അതല്ലെങ്കിൽ ഒരു ബില്ല് റിട്ടേൺ ചെയ്യാനുള്ള സെയിൻ ERP സോഫ്റ്റ്വെയറിലെ രീതികൾ.